ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹലോ എവരി വൺ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റിച്ചുകൾ നോക്കിയില്ലേ? ഒരുപാട് ബേസിക് സ്റ്റിച്ചുകളും, അതായത് ബോർഡർ സ്റ്റിച്ചുകളും, ഒരുപാട് ഫില്ലിംഗ് സ്റ്റിച്ചുകളൊക്കെ നോക്കിയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പ്ലിറ്റാണ്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ആ സ്റ്റെം സ്റ്റിച്ചിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. നമ്മളിത് ബോർഡറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫില്ലിംഗ് ചെയ്യാറുമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് അത്രയും വൃത്തിയിലും ഫില്ലായിട്ടും നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളിവിടെ മാർക്കും കാര്യങ്ങളൊക്കെ തരിക. അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഫില്ലിംഗ് ചെയ്യുന്ന സ്റ്റിച്ചുകളെല്ലാം ഫില്ല് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലൈൻ വരക്കാം. ഇനി സാധാ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഹൂപ്പിൻ്റെ ബാക്ക് പോർഷനിൽ നിന്നും ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഏത് സ്റ്റിച്ചും ചെറുതാക്കി ചെയ്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ഈ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെയാണ് നീഡിൽ എടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ? നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മളിപ്പോൾ നീഡിൽ ഇൻസേർട്ട് ചെയ്തത്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഇനി വീണ്ടും ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇൻസേർട്ട് ചെയ്യാം. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫീൽ കിട്ടുന്നുണ്ടല്ലേ? നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ കാണാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സ്റ്റിച്ച്.
ഓക്കെ, ഇനി നോർമലി നമ്മൾ ത്രെഡ് ലോക്ക് ചെയ്യുന്ന രീതി തന്നെ ഇതിന് ലോക്ക് ചെയ്യാം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ തൊട്ടടുത്ത പോയിന്റിൽ തന്നെ നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ബാക്ക് പോർഷനിൽ ലോക്ക് ചെയ്യാം. നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞു.